ഹായ്, ഹലോ. ഇതെവിടെയാണെന്നറിയോ? ഇത് പളനിയാണ് കേട്ടോ. പളനിലോട്ട് പോകുന്ന വഴിയാണ്. പൊതുവേ ആം, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറ് കുറവാണ്. കാരണം ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറക്കം ഇല്ലെങ്കിൽ ഫോണിൽ കളി. ഇത് രണ്ടുമാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ അപ്പത്താവശ്യ പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. എന്തുവാന്നേ ഇത്രയും ഭംഗി നമ്മുടെ ഭൂമിക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പുള്ളിക്കാരൻ ചായ വിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ പുള്ളി തന്നെ കുറേ പിന്നെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. പളനിയിലോട്ട് പോകുന്ന വഴി സ്റ്റാർട്ടാകുമ്പോൾ അവിടെ കുറേ കച്ചവടങ്ങളാണ്, ഫുള്ള് കച്ചവടങ്ങൾ. അവിടെ ഈ പേരയ്ക്കൊക്കെ കിട്ടും, ഭയങ്കര വിലക്കുറവാണ്. വിലക്കുറവെന്നല്ല, 100 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു കുറേ കിട്ടും കേട്ടോ. നല്ല അടിപൊളി പേരയ്ക്ക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ കുറേ മേടിച്ച് കഴിച്ചായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കപ്പലണ്ടി പുഴുങ്ങിയത്, അങ്ങനെ 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 പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലി ട്രിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇനി പളനി പോകുന്നവർ അറിയാൻ വേണ്ടി പറയട്ടെ, ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ശരിക്കും യാത്ര ചെയ്യാം, ഫ്രീ ആണ്. നമുക്ക് ഒരുപാട് നടക്കണ്ട, റോഡിൽ നിന്ന് നമ്മളെ ആ ഒരു ഫ്രണ്ടിൽ എൻട്രൻസ് വരെ എത്തിക്കും, പളനി അമ്പലത്തിൻ്റെ എൻട്രൻസ് വരെ എത്തിക്കും. അപ്പോൾ അതിലിങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു അനുഭവമാണ്. കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല ഓപ്പണായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനൊരു രസമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ, പ്രായമുള്ള ആൾക്കാരെങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇതാണ് എൻട്രൻസ്. കാരണം നല്ല തിരക്കുള്ള സമയത്ത് ക്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയപ്പോൾ അവിടുന്നേ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ നടക്കണം. ഇവിടുന്ന് പിന്നെ വണ്ടി സർവീസൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് കുറേ ദൂരം കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് സ്റ്റെപ്പ് കയറാനുള്ള, മല കയറാനുള്ളൊരു ഫെസിലിറ്റി ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ലാസ്റ്റ് ടൈം ഈ ഒരു തവണ പളനി പോയപ്പം ഫസ്റ്റ് ഞങ്ങൾ ചെന്ന അന്ന് രാവിലെ തന്നെ കയറി. ഞങ്ങൾ വെളുപ്പിനെ എത്തിയായിരുന്നു, 6 മണിക്കൊക്കെ എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി. ഈ പട്ടികളൊക്കെ ഉണ്ടല്ലോ, പാവമാണ് കേട്ടോ, നമ്മളൊന്നും ചെയ്തില്ല. പിന്നെ അവിടുത്തെ ഒരു പളനിയിലൊരു പ്രത്യേകത, മീൻസ് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്ത വേറൊരു സംഭവമാണ് കേട്ടോ. എന്താണെന്നറിയണ്ടേ? ഇത് തന്നെ, ഈ ഒരു ഓട്ടോ. ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ 2 സൈഡിലും നമുക്ക് ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു 6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ 6 പേരെ ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു. അതൊക്കെ രസമല്ലേ. പിന്നെ ഈ വഴിയോരങ്ങളിൽ ഇങ്ങനെ പശുക്കളെ കാണാൻ കേട്ടോ. ഇതെല്ലാം ഓണേഴ്സ് ഉള്ള പശുക്കളാണ്. അത് അവരിങ്ങനെ വെറുതെ എനിക്ക് തോന്നുന്നു അങ്ങ് അയച്ചു വിടുമെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ നടക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുന്ന കഴിക്കും. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുന്ന കാണാം, പഴം എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ സാധനങ്ങൾ. പളനി പോയിട്ട് നമ്മൾ തൃച്ചെന്തൂരും കൂടെ കയറിയായിരുന്നു. തൃച്ചെന്തൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, ദിവസവും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വൈകിട്ട് വന്നപ്പോൾ തിരക്കായിരുന്നു. പിന്നെ ഇപ്പോഴാണ് നമ്മൾ കയറി, പിറ്റേ ദിവസം രാവിലെയാണ് കയറി തൊഴാൻ പറ്റുന്നത്. അവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കടലും അമ്പലം കൂടെ ചേർന്നാണ് കിടക്കുന്നത്. അതൊരു പ്രത്യേകത ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ പിന്നെ കടലിലൊക്കെ ഇറങ്ങി, രസമായിരുന്നു. നല്ലൊരു അമ്പലം, അവിടെ പോകേണ്ടതാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറി, ഫുഡൊക്കെ കഴിച്ചു. പ്രത്യേകിച്ച് തമിഴ് ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്പൈസി ആയിരിക്കും. അങ്ങനെ എല്ലാവരും ചുമ്മാ പോസൊക്കെ ചെയ്ത് തളർന്നിരിക്കുന്ന അമ്പാടിയും അങ്ങനെയൊക്കെ. എന്നിട്ട് ഞാനും പറഞ്ഞു എൻ്റെ കൂടെ എടുത്തോ, ചുമ്മാ ഒന്ന്. എല്ലാവരും തളർന്നിരിക്കുക, എല്ലാവർക്കും പോയി ഒന്ന് കിടന്നുറങ്ങാനുള്ളൊരു ഫീലിലിരിക്കുക, അമ്പലങ്ങളിലൊക്കെ പോയി തളർന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും വേറെ അമ്പലങ്ങളിലും പോയായിരുന്നു. അവിടെ തന്നെ അടുത്ത് കുറേ അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള അമ്പലങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുന്ന് ആരോ പ്രസാദമൊക്കെ തരുന്നുണ്ട്. അവിടുത്തെ വഴിപാട് കഴിച്ച പ്രസാദം, എന്തോ പായസം പോലത്തെ എന്തോ ഒരു ഇതായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് കുറേ നേരം അവിടെയൊക്കെ നടന്നു. വലിയ അമ്പലങ്ങളാണ്, അവിടെ കുറേ നടക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ടയേർഡായി. പിന്നെ നമുക്ക് 1 ഡേയും കൂടെ ഉള്ളായിരുന്നു. പിന്നെ 1 ഡേ നമ്മൾ പളനി തന്നെ ഒന്നും കൂടെ കയറി തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോവുമായിരുന്നു ചെയ്തത്. ഇതിപ്പം നമ്മൾ തൃച്ചെന്തൂർ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് മറ്റേ ബോംബെ പൂടയില്ലേ, നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മളെ കുഞ്ഞിലെയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അതിൻ്റെ ഒരു കച്ചവടമാണ് ഈ കിടക്കുന്നത്. പിന്നെ പ്രസാദമൊക്കെ അവിടെ നിന്ന് വാങ്ങി, അവിടെ നിന്ന് നമുക്കിങ്ങനെ പ്രസാദമൊക്കെ തരും. പിന്നെ ഇത് കപ്പലണ്ടിയൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. കടൽ തീരത്തായതുകൊണ്ട് തന്നെ അവിടെ കുറേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര കാറ്റും നല്ല തണുപ്പുമാണ്. ഉത്സവമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇത് ഞാൻ കണ്ടുവച്ചതാണ് കേട്ടോ, തട്ടുകട കയറണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ പകലേ കണ്ടുവച്ചിരുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ കഴിക്കണ്ടല്ലോ, അതുകൊണ്ട് വന്നിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ ഫുൾ ഈ തട്ടുകട ഫുഡ് എന്ന് പറയുന്നത് പണ്ടേ എനിക്കൊരു
ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് മിസ് ചെയ്യാറില്ല. എവിടെ കണ്ടാലും തട്ടുകട കയറി ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അവിടെ ഇഡ്ഡലി, ദോശ, ഓംലെറ്റ്, പൊറോട്ട, സ്പെഷ്യൽ പൊറോട്ട, കുഞ്ഞി പൊറോട്ട, അത് ലേഡ് പൊറോട്ട, നമ്മുടെ നൂല് പൊറോട്ട ഇല്ലേ ആ കണക്കിനിരിക്കും. അതൊക്കെ നമ്മളെല്ലാം ഫാമിലി അടക്കം അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. പിന്നെ അവിടുത്തെ ചട്നി അയ്യോ ഒരു രക്ഷയില്ല. അവിടെ ഈ മിൻ്റൊക്കെ ഇട്ടിട്ടുള്ള വളരെ പ്രത്യേകതരമായ ചമ്മന്തികൾ അതെല്ലാം കഴിച്ച്, പിന്നെ നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മളെ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രിപ്പ് അവസാനിച്ചു. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.